ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഖദ്ദാമ, ഗദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയുന്നത്, ഖദ്ദാമ. ഇവിടെ ഓരോരുത്തന്മാര് സിനിമയിൽ കയറാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഗദ്ദാമ ഖാദിമത്ത്, ഭൃത്യ. ആയിഷ ബീവിക്ക് ഖിദ്മത്ത് എടുക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, ഭൃത്യ, ഒരു വേലക്കാരത്തി. അവൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞില്ലേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസ്സ്. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന നാറി. പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. എന്തൊരു സംഗീതാത്മകം. നേരം വെളുത്തപ്പ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. പടം കഴിഞ്ഞ്